ശ്രീ മഹാദേവ്യേ നമഃ. മഹാസരസ്വത്യേ നമഃ. ദുർഗാ പരമേശ്വര്യേ നമഃ. നാനാജാതികളായ ജീവികളെ നീ സൃഷ്ടിച്ചു രക്ഷിച്ചഹോ നാഥേ. സംഹൃതി ചെയ്തുകൊണ്ടു വിഹരിച്ചിടുന്നു സർവേശ്വരി. നിത്യേ കൈവെടിയാതെ കാത്തിടുക നീ എന്നിയെ പാരിതിൽ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യ പാരായണ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഷഷ്ഠസ്കന്ധം 12ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. മനഃശുദ്ധിയുടെ പ്രാധാന്യം ജീവിതത്തിൽ തീർത്ഥാടനം, ക്ഷേത്രാടനം, വ്രതാദി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരിൽ എത്ര കണ്ട് അതിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെയാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. ഇവിടെ അതുതന്നെയാണ് വ്യാസരും പറയുന്നത്. വ്യർത്ഥം തീർത്ഥാദിഗമനം പാപമേവാവശിഷ്യതേ ക്ഷാളയന്തി തീർത്ഥാനി സർവഥാ ദേഹജം മലം. തീർത്ഥാടനം വ്യർത്ഥമാണ്, പാപങ്ങൾ മാത്രമായിരിക്കും മിച്ചം. തീർത്ഥങ്ങൾ ശരീരത്തിലെ മാലിന്യം കഴുകിക്കളയുമെങ്കിലും മനസ്സിലെ മാലിന്യം കഴുകിക്കളയാൻ അവയ്ക്ക് കഴിയുകയില്ല. ശരിയല്ലേ? ശരീരത്തിലെ മാലിന്യങ്ങളെ കഴുകിക്കളയാം. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വേണമെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി, ഉറപ്പോടുകൂടി ആ ഗംഗയെ സ്മരിച്ചുകൊണ്ട് സ്നാനം ചെയ്താൽ വേണമെങ്കിൽ അതുവരെ ചെയ്ത പാപങ്ങളെയും ആ ഗംഗ കഴുകിക്കളയുമായിരിക്കും. പക്ഷേ ആ പാപവൃത്തികളെ മനസ്സിൽ നിന്നും കഴുകിക്കളയാൻ ഗംഗയ്ക്ക് പോലും കഴിയുന്നില്ല. പുറത്തു വരുന്ന നമ്മള്, കുളിച്ചു പുറത്തു വരുന്ന നമ്മള് വീണ്ടും ഇതാ കാമക്രോധ ലോഭമോഹാദികളിൽ മുഴുകി വീണ്ടും പാപവൃത്തികള് ചെയ്തുകൊണ്ടുപോകണു. വീണ്ടും പാപത്തെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആർജിക്കുന്നു. അപ്പോൾ അതിനുള്ള കാരണം ആ മനഃശുദ്ധി നമ്മളിൽ വേണ്ടത്ര ഇല്ല എന്നുള്ളത് കാരണം കൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങൾ പറയുന്നത് ആദ്യം തന്നെ ആ മനഃശുദ്ധിയെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ മനഃശുദ്ധി ഉണ്ടാക്കാതെ കണ്ട് ചെയ്യുന്നതായിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്കൊന്നും ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലങ്ങള് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാണ്. ഗംഗയിൽ പോയി സ്നാനം ചെയ്താൽ അത് നമ്മളുടെ പാപങ്ങളെയെല്ലാം ഹനിക്കാൻ കഴിവുണ്ട്. നമ്മളുടെ പാപങ്ങളെല്ലാം ഹനിക്കപ്പെടുന്നു, ഞാൻ പാപവിമുക്തനാകുന്നു എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള സങ്കല്പം, നിശ്ചയം, ബുദ്ധി, ഉറപ്പ്, വിശ്വാസം പോലും ഇന്ന് ഭൂരിപക്ഷവും ആർക്കുമില്ല എന്ന് തന്നെ പറയാം. പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്, പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കാരണം കൊണ്ട് പറയുകയാണ്. ജനങ്ങളുടെ ഈ വിശ്വാസത്തെ പരീക്ഷിക്കാനായി മഹാദേവൻ പറഞ്ഞതനുസരിച്ച് മഹാദേവനും പാർവതിയും ഇതാ ഒരിക്കല് വയോവൃദ്ധന്മാരുടെ വേഷം ധരിച്ചു കൊണ്ടുവരണു. വൃദ്ധനായ മഹാദേവൻ ഗംഗയിൽ ഇതാ ഇറങ്ങി മുങ്ങുകയാണ്. പാർവതീദേവി, വൃദ്ധയായ പാർവതീദേവി വിളിച്ചു പറയുന്നുണ്ട് ജനങ്ങളോട്, എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷിക്കാനായിട്ട് ജലത്തിലേക്ക്, ഗംഗയിലേക്ക് ഇറങ്ങാൻ തയ്യാറായവരോട് പറയണു, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പോവരുത്, തൊട്ടാൽ തലപൊട്ടിപ്പോകുമെന്ന്. പാപങ്ങള് ചെയ്തിട്ടുണ്ട് എന്നുള്ള നല്ല ബോധ്യമുള്ളവരായിരുന്നത് കൊണ്ട് ആരും തന്നെ ഇതാ ഇറങ്ങാനോ മുങ്ങുന്നതായിട്ടുള്ള വൃദ്ധനെ രക്ഷിക്കാനോ തയ്യാറായില്ല. ഇതൊന്നും ശ്രവിക്കാതെ ദൂരത്തിൽ നടന്നു വന്നിരുന്നതായിട്ടുള്ള ഒരു ശൂദ്രജാതിയിൽപ്പെട്ട ഒരുത്തൻ, ഒരാളിതാ മുങ്ങുന്നുണ്ട്, കുറെ പേരിതാ കരയ്ക്ക് നിന്ന് നോക്കുന്നു, ആരും തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് ആ ജലത്തിലേക്ക്, ഗംഗയിലേക്ക് എടുത്തു ചാടി നീന്തി വന്നു. ആ വൃദ്ധനെ പിടിച്ചു കരയ്ക്ക് കൊണ്ടുവന്ന് കയറ്റി. എല്ലാവരും ഇതാ വൃദ്ധൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ് സന്തോഷിച്ചു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. അപ്പോഴാണത്രേ പാർവതീദേവി പരമദേവനോട് പറയുന്നത്, അങ്ങാണല്ലോ പറഞ്ഞത്
പാപം ചെയ്തവർ തൊട്ടാൽ തലപൊട്ടും എന്ന് പറയണം. അത് പറഞ്ഞപ്പോഴാണല്ലോ ജനങ്ങള് രക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവര് രക്ഷിക്കാത്തത്. ഇപ്പോൾ ഇതാ ഈ ശൂദ്രൻ വന്ന് രക്ഷിച്ചു, പല പാപകർമ്മങ്ങളും ചെയ്തിട്ടുള്ള അവന്റെ തല പൊട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, എപ്പോഴാണോ അവൻ ആ ഗംഗയിലെടുത്ത് ചാടിയത്, ഗംഗയിൽ മുങ്ങിയത്, അതോടുകൂടി അവൻ ചെയ്ത പാപങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു. ആ ബ്രഹ്മാവിന്റെ വരമനുസരിച്ച് പാപങ്ങളെല്ലാം പോയി, പാപമില്ലാത്ത പരിശുദ്ധനായി ഭവിച്ചു. അവനിതാ വന്ന് എന്നെ സ്പർശിക്കുന്ന സമയത്ത് പാപമുണ്ടായിരുന്നില്ല അവന്, അതുകൊണ്ട് തന്നെ അവന്റെ തലയും പൊട്ടിയില്ല എന്ന് പറഞ്ഞു. വലിയൊരു തത്വമാണ് ഈ കഥയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണ്ടേ. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ആ ചിന്തയുണ്ടായിരുന്നില്ല, വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ ഗംഗയിലിറങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ സകല പാപങ്ങളും നശിക്കും എന്നുള്ള ആ ദൃഢമായിട്ടുള്ള സങ്കല്പം, ആ വിശ്വാസം അവരിലില്ല. പോയാൽ പോകും, ഇല്ലെങ്കിലില്ല എന്നുള്ള വിചാരമായിരുന്നു. ധൈര്യമുണ്ടായില്ല. അതിലൊന്ന് മുങ്ങിപ്പോയി ആ വൃദ്ധനെ രക്ഷിക്കാനായിക്കൊണ്ട്. അപ്പോൾ കഥ പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനും മനപ്പരം കാരണമാമനന്തി. ആ മനസ്സ് തന്നെയാണ്. ആ മനസ്സ് എത്ര കാലം ശുദ്ധമാകുന്നില്ലയോ, പരിശുദ്ധമാകുന്നില്ലയോ, അത്രയും കാലം എന്ത് കർമ്മങ്ങൾ നമ്മൾ ഏത് ദേവനും ദേവിക്കും ചെയ്താലും, ക്ഷേത്രാടനങ്ങളും തീർത്ഥാടനങ്ങളും പൂജയും ദാനവും ധർമ്മവും വ്രതവും എന്തൊക്കെ തന്നെ ഐക്യം ദാന ഹോമ വ്രത നിയമ സാഖ്യ ആചാരങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ഉദ്ദിഷ്ടഫലങ്ങളെ നമുക്ക് തരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ മനഃശുദ്ധിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. കാരണം ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ എന്താണോ ശീലിച്ചത്, ആ ശീലിച്ചതാണ് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത്. ആ സ്വഭാവമാണ് പിന്നീട് സംസ്കാരമായിട്ട് മാറുന്നത്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കാലത്തെണീറ്റാൽ പല്ല് തേക്കണം, മുഖം കഴുകണം എന്നുള്ളത് ഒരു ശീലമാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര വയസ്സായാലും എണീറ്റ ഉടനെ നമ്മൾ ആ ശീലത്തിനനുസരിച്ചിട്ട് ഇതാ നമ്മൾ മുഖം കഴുകാനും പല്ല് തേച്ച് മുഖം കഴുകുക എന്നുള്ള പ്രവൃത്തിയെ ആദ്യം ചെയ്യും. അതിനുശേഷം ചായ കുടിക്കുക എന്നുള്ള ഒരു സംസ്കാരം എന്നുള്ള ഒരു ശീലമാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നല്ല ശീലങ്ങളാണ് നമ്മൾ വളർത്തിയെടുത്തത് എങ്കിൽ ആ നല്ല ശീലങ്ങൾ, നല്ല ഗുണങ്ങൾ അത് നമ്മളുടെ സ്വഭാവമായിട്ട് മാറണു. വളർന്നു വരുമ്പോഴും അതിനെ നമ്മൾ അനുകരിക്കണു, പിന്തുടരണു. ആ നല്ല സ്വഭാവങ്ങൾ നമ്മൾ പിന്തുടരുന്നതിനെ, അനുകരിക്കുന്നതിനെയാണ് നമ്മൾ ഒരു സംസ്കാരമാക്കി തീർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്കും അതിനെ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ തലമുറകളിലായിട്ട് ആ നല്ല സംസ്കാരം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. പക്ഷെ അതല്ല, എണീറ്റ ഉടനെ പല്ല് തേക്കുകയോ മുഖം കഴുകുകയോ അല്ല, ബെഡ് കോഫി ബെഡിൽ ഇരുന്നു കൊണ്ട്, അതാണല്ലോ പാശ്ചാത്യരുടെ ശിഷ്ടം, അത് ശീലം. അതുകൊണ്ടാണല്ലോ ബെഡ് കോഫി എന്നൊക്കെ അതിന് പേര് വന്നിരിക്കുന്നത്. കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുഖം കഴുകാതെ പല്ല് തേക്കാതെ ചായ കുടിക്കുക, കോഫി കുടിക്കുക. അതാണ് നമ്മൾ ഒരു ശീലമാക്കി തീർത്തത് എങ്കിൽ വളർന്നു വരുമ്പോഴും അത് സ്വഭാവമായി മാറും. ആ സംസ്കാരമായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കുക. നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ നല്ല സ്വഭാവങ്ങളായും നല്ല സംസ്കാരവുമായി നമുക്ക് വളർത്താൻ കഴിയും. ആ നല്ല സംസ്കാരങ്ങളാണ് വരും തലമുറയ്ക്ക് നമ്മൾ